നല്ലോണം വളർത്തിയാൽ 320 മുട്ട തന്നെ കിട്ടും. അത് 4.5 മാസമാകുമ്പോൾ മുട്ടയിട്ട് തുടങ്ങി 5 മാസമാകുമ്പോഴത്തേ മുട്ടയിട്ട് മൊത്തം മുട്ടയിടും. എങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരു 3 രൂപ ലാഭം കിട്ടിയിരിക്കും. 3 രൂപ നമുക്ക് ലാഭം എടുക്കാനായിട്ട്. എത്രയും കൂടുതൽ വളർത്താൻ നോക്കുമോ അത്രയും നമുക്ക് ലാഭകരമാണ്. ഇതാണ് നമ്മുടെ കുട്ടികളുടെ ഒരു ക്വാളിറ്റി. ഇതേ കണ്ടല്ലേ, കെപ്കോയുടെ BV380 ഡേ ഓൾഡ് ആണ് ഞാൻ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. വാക്സിൻ 7, 14, 21, 28 എന്നീ ദിവസങ്ങളിൽ വാക്സിൻ കൊടുക്കാറുണ്ട്. വർഷത്തിൽ 320 ദിവസവും മുട്ട ലഭിക്കുന്ന നമ്മുടെ BV380 കോഴികളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഏകദേശം 45 ദിവസം പ്രായമുള്ള കോഴിക്കുട്ടികളാണ്. അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ ചന്ദനപ്പള്ളിക്ക് അടുത്ത്, അതായത് പത്തനംതിട്ട ജില്ല വള്ളിക്കോടുള്ള നമ്മുടെ മുരളീധരൻ ചേട്ടൻ്റെ ഫാമിലാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കുട്ടികളുടെ ഒരു ക്വാളിറ്റി. ഇതേ കണ്ടല്ലേ, നല്ലോണം വളർത്തിയാൽ 320 മുട്ട തന്നെ കിട്ടും. ആ രീതിയിലുള്ള കോഴി തന്നെയാണ്. അതെ. ഒരു മാസമാകുമ്പോൾ എങ്ങനായാലും ഒരു 28 മുട്ട കിട്ടിയിരിക്കും. ഒരു മാസം ഒരു 28 മുട്ട ഉറപ്പായിട്ടും കിട്ടും. അതാണ് BV380 പ്രത്യേകത. അതായത് നമുക്കൊരു മുട്ടയ്ക്കകത്ത് അപ്പോൾ ഒരു മിനിമം എത്ര രൂപ ലാഭം എടുക്കാനായിട്ട്? എങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരു 3 രൂപ ലാഭം കിട്ടിയിരിക്കും. 3 രൂപ നമുക്ക് ലാഭം എടുക്കാനായിട്ട് കിട്ടും. ശരിക്കും ചേട്ടാ എത്ര നാളുകൊണ്ട് ഈ ഒരു സംഭവം ചെയ്യുന്നുണ്ട്? 15 വർഷമായിട്ട് ഞങ്ങൾ നടത്തുന്നുണ്ട്. 15 വർഷം. ചേട്ടാ ശരിക്കും എത്ര വയസ്സുണ്ട്? ഇപ്പം 73 വയസ്സ്. 73 വയസ്സിൽ ശരിക്കും ഇപ്പോഴും നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഫാമിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ്. എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. അത് മനസ്സിന്റെ ഒരു പവറാണല്ലേ? അതെ. ശരിക്കും നമുക്ക് ഇവിടെ മൊത്തത്തിൽ എത്ര കോഴികളെ ഉണ്ട് ശരിക്കും നമുക്ക് ഇവിടെ? ഇപ്പൊ 1500 വീതം ഉണ്ട്. അതായത് ഒരു 3000 കോഴികളാണ് നമ്മൾ. 3000 കോഴി എപ്പോഴും ഉണ്ടാവും. 1500 എന്ന് പറയുമ്പോഴത്തേക്ക് 1500 കോഴി വെച്ചിട്ടാണ് നമ്മൾ ഓരോ ബാച്ച് ഇറക്കുന്നത് അല്ലേ? അതല്ലേ? അതെ. ഇതിന് ഇപ്പൊ എത്ര ദിവസം കൂടെ ആകുമ്പോൾ ഒരു മുട്ടയിട്ട് കിട്ടും? അത് 4.5 മാസമാകുമ്പോൾ മുട്ടയിട്ട് തുടങ്ങി 5 മാസമാകുമ്പോഴത്തേ മുട്ടയിട്ട് മൊത്തം മുട്ടയിടും. നല്ലോണം വളർത്തിയാൽ 320 മുട്ട തന്നെ കിട്ടും. ആ രീതിയിലുള്ള കോഴി തന്നെയാണ്. അതെ. നമുക്കിത് ശരിക്കും എത്ര രൂപ ചോദിക്കുന്നത്? ഈ ഹോൾസെയിൽ ആണെങ്കിൽ ഒരു 150 രൂപയും റീറ്റെയിൽ ആണെങ്കിൽ ഒരു 180 രൂപയ്ക്കും കൊടുക്കാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതെ. നമുക്ക് ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ഏകദേശം 1500 മുകളിൽ കുട്ടികളുള്ളതാണ് ചേട്ടൻ പറയുന്നത്. ശരിക്കും നമുക്ക് ഹോൾസെയിലാകുമ്പോൾ മിനിമം എത്ര പീസ് എടുക്കേണ്ടി വരും? നമുക്ക് ഹോൾസെയിലായിട്ട് 500 എണ്ണമെങ്കിലും എടുക്കാതെ. 500 എണ്ണമെങ്കിലും നമുക്ക് മിനിമം പർച്ചേസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ രീതിക്കാണ് ചേട്ടൻ സെറ്റ്. പിന്നെ നമുക്ക് റീറ്റെയിൽ ആണെങ്കിൽ എത്ര എണ്ണം കൊടുക്കേണ്ടി വരും? നമുക്ക് റീറ്റെയിൽ ആണെങ്കിൽ 1 ആണെങ്കിലും കൊടുക്കും, 100, 1000 ആണെങ്കിലും കൊടുക്കും. അങ്ങനെയാണ്. ഒരു പീസ് വന്നാലും നമ്മൾ കൊടുക്കും. പക്ഷേ ഒരു പീസായിട്ട് വളർത്തിയിട്ട് കാര്യമില്ല. പിന്നെ വീട്ടിലേക്ക് വരെ ജസ്റ്റ് ഹോബിക്ക് എന്ന രീതിയിലൊക്കെ വളർത്താം, അല്ലെങ്കിൽ മുട്ട കിട്ടത്തക്ക രീതിയിൽ അങ്ങനെ ഉദ്ദേശിച്ച് വളർത്തുന്നവർക്ക് പറ്റും. എന്നാൽ തന്നെ ബൾക്ക് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ അതിനകത്ത് ലാഭം കിട്ടുക. കെപ്കോയുടെ BV380 ഡേ ഓൾഡ് ആണ് ഞാൻ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അത് ഇപ്പം 11 ദിവസം പ്രായമുള്ള കുട്ടികളാണ്. 11 ദിവസം. അതായത് ഇന്ന് 14